ഹായ് ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും UK എഡ്യു പ്ലസ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ജോഗ്രഫിയിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ക്ലൈമറ്റിക് റീജിയൻസ് ആൻഡ് ക്ലൈമറ്റിക് ചേഞ്ച്, കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റവും രണ്ടാമത്തെ ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ഉത്തരങ്ങളും നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ എല്ലാവർക്കും UK എഡ്യു പ്ലസ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം 1 മാർക്കിന് ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇക്വട്ടോറിയൽ ക്ലൈമറ്റ് റീജിയൻ ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ ലാറ്റിറ്റ്യൂഡ്. ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല ഏത് അക്ഷാംശത്തിലാണ് വ്യാപിച്ചിരിക്കുന്നത്? ആൻസർ നമുക്കറിയാം, ബിറ്റ്വീൻ 10 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്ത് ഓഫ് ദി ഇക്വേറ്റർ. ഭൂമധ്യരേഖയ്ക്ക് വടക്കും തെക്കും 10 ഡിഗ്രി വരെയാണ്. ഓക്കെ ആണല്ലോ. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദി ഇക്വട്ടോറിയൽ ക്ലൈമാറ്റിക് സോൺ? ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയുടെ പ്രധാനപ്പെട്ട സവിശേഷത. ആൻസർ, ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹൈ റെയിൻഫോൾ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് ആർ ഫൗണ്ട് അബൻഡൻ്റ്ലി ഇൻ ദി ഇക്വട്ടോറിയൽ ക്ലൈമാറ്റിക് സോൺ? അതായത് ഇവിടെ പറയുന്നുണ്ട്, ഈ വാട്ട് ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് ആർ അബൻഡൻ്റ്ലി ഇൻ ഇക്വട്ടോറിയൽ ക്ലൈമറ്റ് സോൺ? ഏത് തരം ഫോറസ്റ്റാണ് ഇക്വട്ടോറിയൽ ക്ലൈമറ്റ് സോണിൽ കാണപ്പെടുന്നത്? ആൻസർ, എവർഗ്രീൻ ഫോറസ്റ്റ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് ട്രീസ് ആർ മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ മൺസൂൺ ഫോറസ്റ്റ്? മൺസൂൺ വനങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നത് ഏത് തരം വൃക്ഷങ്ങളാണ്? ആൻസർ നമുക്കറിയാം, ഡിസിഡിയസ് ഫോറസ്റ്റ്, ഇലപൊഴിയും വൃക്ഷങ്ങൾ. ദെൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി മെയിൻ ഫീച്ചർ ഓഫ് ദി മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് സോൺ? അതായത് മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖലയുടെ പ്രധാനപ്പെട്ട സവിശേഷത. ആൻസർ, ഡ്രൈ സമ്മേഴ്സ് ആൻഡ് വെറ്റ് വിൻറ്റേഴ്സ്. അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻസും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനും അതുപോലെ 4ാമത്തെ ക്വസ്റ്റ്യനും പ്രത്യേകിച്ചൊന്ന് ഫോക്കസ് ചെയ്യണം. പരീക്ഷയ്ക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന 2 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ 1 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് ദി റീസൺ ഫോർ റെയിൻഫോൾ ഇൻ മെഡിറ്ററേനിയൻ റീജിയൻസ് ഡ്യൂറിങ് വിൻ്റർ? അതായത് ഇവിടെ പറയുന്നുണ്ട്, മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിൽ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമെന്താകുന്നു? ആൻസർ കൊടുത്തിട്ടുണ്ടായിരുന്നു. The reason for rainfall in Mediterranean region during winter is the westerly winds. അതായത് ഇവിടെ ആൻസർ നമുക്ക് ഓൾറെഡി അറിയാം. ഈ പശ്ചിമവാതകങ്ങളാണ് മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിൽ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണം. അപ്പോൾ ആൻസർ എന്താണ്? വെസ്റ്റർലി വിൻഡ്സ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ക്യോട്ടോ പ്രോട്ടോകോൾ റിലേറ്റഡ് ടു? ഇൻ വിച്ച് ഇയർ വാസ് ഇറ്റ് സൈൻഡ്? അപ്പോൾ ക്യോട്ടോ പ്രോട്ടോകോൾ, ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ക്യോട്ടോ പ്രോട്ടോകോൾ. ഇതിന് ആൻസർ, ക്യോട്ടോ പ്രോട്ടോകോൾ ഇസ് റിലേറ്റഡ് ടു ലിമിറ്റിംഗ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. ഇറ്റ് വാസ് സൈൻഡ് ഇൻ 1997 ആണ്. ശ്രദ്ധിക്കണം, ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ശ്രദ്ധിക്കണം. അതായത് ഈ ക്യോട്ടോ പ്രോട്ടോകോൾ അന്തരീക്ഷത്തിലെ ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് പരിമിതപ്പെടുത്താനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ഒപ്പുവെച്ച വർഷം 1997 ആണ്. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ക്ലൈമാറ്റിക് റെഫ്യൂജീസ്? അതായത് ക്ലൈമാറ്റിക് റെഫ്യൂജീസ് ആർ പീപ്പിൾ ഹു ആർ ഫോഴ്സ്ഡ് ടു ലീവ് ദെയർ ഹോംസ് ആൻഡ് ലീവ് ഡ്യൂ ടു ക്ലൈമാറ്റിക് ചേഞ്ച്. അതായത് ഈ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ക്ലൈമാറ്റിക് ചേഞ്ചാണ് പ്രധാനപ്പെട്ട കാരണം. അടുത്ത 3 മാർക്കിൻ്റെ ചോദ്യം, വാട്ട് ആർ ദി മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടുൻഡ്ര റീജിയൻ? ടുൻഡ്ര റീജിയൻ അല്ലെങ്കിൽ ടൻഡ്ര റീജിയൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ്. ആൻസർ നമുക്കറിയാം, ദ ടൻഡ്ര ഈസ് ആൻ എക്സ്ട്രീംലി കോൾഡ് റീജിയൻ ലൊക്കേറ്റഡ് നോർത്ത് ഓഫ് ദി ആർട്ടിക് സർക്കിൾ. ദെൻ വിൻ്റർ ടെമ്പറേച്ചർ റേഞ്ചസ് ഫ്രം -25 to -40. Then primary vegetation consists of low shrubs, mosses and lichens. Then next question, what are the main characteristics of the taiga climatic region?
ആൻസർ ഇറ്റ് ഈസ് എ കോൾഡ് ക്ലൈമറ്റ് റീജിയൻ ലൊക്കേറ്റഡ് ബിറ്റ്വീൻ 55 to 70 latitude in the northern hemisphere. Annual rainfall is 50 cm to 70 cm. Then features short summers and long harsh winters. അപ്പോൾ ഈ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലും പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ചോദിക്കാറുണ്ട് എന്താണ് തുൻഡ്ര അല്ലെങ്കിൽ ടെൻഡ്ര റീജിയൻ്റെ പ്രത്യേകത, അതുപോലെ ടൈഗ ക്ലൈമാറ്റിക് റീജിയൻ, ഇതിൻ്റെയൊക്കെ ഫീച്ചേഴ്സും ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാനിവിടെ പോയിൻറ്റ്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എക്സാമിന് പോകുന്നത് മുൻപായിട്ട് ആ പോയിൻറ്റ്സ് എല്ലാവരും ജസ്റ്റ് പഠിച്ചു പോകേണ്ടതാണ്. ഓക്കെ ആണല്ലോ? ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ്. ടെൻഡ്ര റീജിയൻ അതുപോലെ ടൈഗ റീജിയൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സൊക്കെ സാധാരണയായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്തു. ഇനി 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ ആണല്ലോ? ഇത് രഹസ്യ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. എക്സ്പ്ലെയിൻ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇക്വട്ടോറിയൽ ക്ലൈമാറ്റിക് സോൺ. അതായത് ഇക്വട്ടോറിയൽ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ വിശദീകരിക്കാനാണ്. ഇത് എസ്സേയായിട്ട് ചോദിക്കും, പക്ഷേ ഞാൻ പോയിൻറ്റ്സ് ആയിട്ട് മാത്രം കൊടുത്തിട്ടുള്ളൂ. ഫസ്റ്റ് പോയിൻ്റ് ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ പൊതുവെ ഹൈ ആണ്. പിന്നെയോ റെയിൻഫാൾ ഏകദേശം 200 cm 200 cm മഴ ലഭിക്കുന്നുണ്ട്. വെജിറ്റേഷൻ എവർഗ്രീൻ ഫോറസ്റ്റ്. ദെൻ ഫുണ എ വൈഡ് വെറൈറ്റി ഓഫ് ഫുണ ഈസ് ഫൗണ്ട് ഇൻ ദിസ് സോൺ. ദെൻ പീപ്പിൾ ആൻഡ് ഇക്കണോമിക് ആക്ടിവിറ്റി. ജനങ്ങൾ പൊതുവെ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതലാണ് ഇക്വട്ടോറിയൽ ക്ലൈമറ്റ് സോണിൽ. പിന്നെ ആളുകളുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം ഫാമിംഗ്, കൃഷി വരുന്നുണ്ട്, ഫിഷിംഗ് മത്സ്യബന്ധനം, ഹണ്ടിങ് വേട്ടയാടൽ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ്. അപ്പോൾ നിങ്ങളിത് ഞാൻ പോയിൻറ്റ്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ജസ്റ്റ് എഴുതുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം ഓരോ പോയിൻറ്റ്സും. ടെമ്പറേച്ചർ, റെയിൻഫാൾ, വെജിറ്റേഷൻ, ഫുണ, പീപ്പിൾ ആൻഡ് ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഇതെല്ലാം എഴുതിയിട്ട് വിത്ത് എക്സ്പ്ലനേഷൻ, അതിൻ്റെ എക്സ്പ്ലനേഷനും നിങ്ങൾ എഴുതണം. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് 6 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് വാച്ച് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ പരമാവധി ഷെയർ ചെയ്യുക. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്റർ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയത് മാത്രമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാവരും എക്സാമിന് പോകുന്നത് മുൻപായിട്ട് പഠിച്ചു പോകണം. ചാനലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഓക്കെ, താങ്ക് യു.